അജപാലകൻ. ഇന്ന് മെയ് മാസം 28 വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേലെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും. ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിലും ബുദ്ധിമാന്മാരെന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരാഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം ഈശോ പരിശുദ്ധാത്മ ആനന്ദിച്ച് സ്തുതിക്കുന്നു. സുവിശേഷ പ്രഘോഷണം നടത്തി സന്തോഷത്തോടെ തിരിച്ചു വന്ന 72 ശിഷ്യന്മാരുടെയും പരിശുദ്ധാത്മ ആനന്ദിക്കുന്ന യേശുവിനെയാണ് നമ്മൾ സുവിശേഷം കണ്ടുമുട്ടുന്നത്. സുവിശേഷ പ്രഘോഷണത്തിനായി ഈശോ 72 ശിഷ്യന്മാരെ അയച്ചത് അനേകം വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിലേക്കാണ്. ചെന്നാക്കിയതിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെയാണ് അവർ പോയത് തന്നെ. ഒരു പരിക്ക് പോലും ഏറ്റില്ല എന്ന് മാത്രമല്ല, വലിയ ജനപ്രീതി നേടുകയും ചെയ്തു. പിശാചുകൾ പോലും കീഴ്പ്പെട്ടെന്ന് ശിഷ്യന്മാർ യേശുവിനെ അറിയിച്ചപ്പോൾ യേശുനാമത്തെ ശക്തി അവർ സമ്മതിക്കുക തന്നെ ചെയ്തു. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് കണ്ടെന്ന് ഈശോ ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാരെ ഭയന്ന് പിശാചുകൾ മാത്രമല്ല, പാമ്പുകളും തേളുകളും പേടിച്ചൊളിക്കുമെന്ന് ഈ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകി. നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത് പിശാചുകളുടെയും പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കുന്നതിലല്ല, സ്വർഗത്തിലെ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ പേരുകൾ പരസ്യപ്പെടുത്തുന്നതിലാണ്. ഈ 2 പേരായി പോയ 72 ശിഷ്യന്മാർ 36 പ്രദേശങ്ങളിലെങ്കിലും ഈശോയുടെ പേര് ഉറപ്പിച്ചു. യേശു തൻ്റെ ദൈവരാജ്യ വ്യാപനം ഈ പ്രദേശങ്ങളിലെല്ലാം എളുപ്പമാക്കി. 72 ശിഷ്യന്മാർ പ്രഗത്ഭരോ പണ്ഡിതരോ ഒന്നുമല്ല. സമൂഹത്തിലെ പണ്ഡിതരുടെയും പ്രഗത്ഭരുടെയും മുമ്പിൽ വെറും ശിശുക്കളാണ് ഈ 72 ശിഷ്യന്മാർ. പ്രഗത്ഭർക്ക് സാധിക്കാത്ത കാര്യം ഈശോയുടെ ശിഷ്യന്മാർ നിഷ്പ്രയാസം നേടിയെടുത്തു. കുഗ്രാമിൽ നിന്ന് മാത്രമല്ല, കുഗ്രാമത്തിൽ നിന്ന് വന്ന അജ്ഞാതനും ദരിദ്രനും മരപ്പണിക്കാരനുമായ ഈശോയുടെ കീർത്തി സ്ഫോടനാത്മകമായി വളർത്തിയത് ശിഷ്യന്മാരാണ്. സ്തുതിയും മഹിമയും പുകഴ്ചയും ദൈവപിതാവിൻ്റെതാണെന്ന് ഏറ്റുപറഞ്ഞ് യേശു ആത്മാവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചു.